എല്ലാ വർഷവും 50,000 രൂപ ഇൻഷുറൻസിന് വേണ്ടി അടച്ചു തന്റെ അമ്മയ്ക്ക് വേണ്ടി. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല. 2.25 ലക്ഷം രൂപ ബില്ല് വന്നു. എന്നിട്ട് ക്ലെയിം ചെയ്യാൻ പോയപ്പോൾ ഇൻഷുറൻസ് കൊടുത്തതാവട്ടെ 69,000 രൂപ. ഒരാൾ 60,000 രൂപയുടെ ക്ലെയിം കൊടുത്തപ്പോൾ അത് റിജക്ട് ചെയ്തു. അതായത് ഓൾമോസ്റ്റ് 10-2 പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടും ആ ക്ലെയിം വേണ്ട സമയത്ത് കിട്ടിയില്ല എന്ന്. എന്ത് വലിയൊരു കണക്കാണെന്ന് ആലോചിച്ച് നോക്കുക. അത് ഇൻഷുറൻസ് കമ്പനികൾ മൊത്തം കളിക്കുന്നത് ഇതുപോലെ ഇത്രയും വലിയ വലിയ പോളിസി ഡോക്യുമെന്റുകൾ വെച്ചിട്ടാണ്, അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്, അതിലെ ഓരോരോ ക്ലോസസ് വെച്ചിട്ടാണ്. മുന്നേ ഒരു അസുഖം ഉണ്ടോ, ക്ലെയിം റിജക്റ്റഡ്. അവർ പറഞ്ഞ ഹോസ്പിറ്റലിലല്ലേ നമ്മൾ പോയത്, റിജക്റ്റഡ്. ഇൻഷുറൻസിൽ പറഞ്ഞിരിക്കുന്ന റൂം അല്ല നമ്മളെടുത്തത്, റിജക്റ്റഡ്. 5 വർഷം മുന്നേ ഒരു അസുഖം വന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല, റിജക്റ്റഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. എന്തിനാ നമ്മൾ വെറുതെ എന്നിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകും. പക്ഷേ പണ്ടെന്ന് പറയുമ്പോൾ പുരാതന കാലത്താണ്. ബാബിലോണിയൻ സിവിലൈസേഷനിലെ ആൾക്കാർ കടൽ മാർഗം കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വന്നൊരു വലിയ പ്രശ്നമാണ്. ഒരു കപ്പൽ മുങ്ങിയാൽ അതിലുള്ള കച്ചവട സാധനങ്ങളൊക്കെ കടലിൽ പോയിട്ട് കച്ചവടക്കാരന് വലിയ നഷ്ടം തന്നെ സംഭവിക്കും. ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമില്ല. എല്ലാ കച്ചവടക്കാരും നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവര് എല്ലാവരും കൂടെ ചേർന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. റിസ്ക് ഷെയർ ചെയ്യുന്ന ഒരു കച്ചവട സമ്പ്രദായമായിരുന്നു അത്. പേര് ബോട്ടം ബ്രീഡ്. എല്ലാ കച്ചവടക്കാരും വന്ന് കച്ചവടം നടത്തിക്കുന്നത് പണം കടമെടുത്തിട്ടായിരുന്നു. അതും അവരവരുടെ കപ്പലൊക്കെ പണയം വെച്ചിട്ട്. ഈ ബോട്ടം ബ്രീഡ് എന്ന സമ്പ്രദായത്തിൽ കച്ചവടക്കാരൻ ആദ്യം കുറച്ച് പണം കടമെടുത്തു. എന്നിട്ട് ആ പണത്തിനാണ് കച്ചവടം ചെയ്യാൻ ഒരുങ്ങുന്നത്, കച്ചവടം ചെയ്യാൻ മറുകരയിലേക്ക് പോകുന്നത്. ഈ പോയ കപ്പൽ തിരിച്ചു വന്നാൽ മാത്രം അവർക്ക് പൈസ തിരിച്ചു കൊടുത്താൽ മതി. പൈസ തിരിച്ചു കൊടുക്കുമ്പോഴും വലിയൊരു തുക പലിശയായിട്ടും കൊടുക്കണം. കാരണം എന്താ, ഇതിന്റെ വലിയ റിസ്ക് ഈ പൈസ കടം കൊടുക്കുന്ന ആളാണ് എടുക്കുന്നത്. ഒരേ ആള് തന്നെ ആയിരിക്കും പല കപ്പലുകൾക്കും പൈസ കടം കൊടുക്കുന്നത്. ഒരുപാട് കപ്പൽ പോകുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും കുറച്ചെണ്ണം മുങ്ങിയാലും വലിയ പലിശ കിട്ടുന്നതുകൊണ്ട് ഒരു ലാഭത്തിൽ അങ്ങോട്ട് പോകാൻ അയാൾക്ക് കഴിയും. ബേസിക്കലി പറയുകയാണെങ്കിൽ റിസ്ക് മൊത്തം പണം കടം കൊടുക്കുന്ന ആളുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കച്ചവടക്കാരിൽ നിന്നും. ഇതാണ് ഇൻഷുറൻസിന്റെ ഏറ്റവും പൂർവികമായ രൂപം. ഇതേ കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഷുറൻസ്, പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ഓടുന്നു. ബോട്ടം ബ്രീഡ് പോലുള്ള സമ്പ്രദായങ്ങൾ പല സ്ഥലങ്ങളിൽ പല സിവിലൈസേഷനുകളിൽ അങ്ങനെ മുളച്ചു വന്നു. പിന്നീടാണ് 14-ാം നൂറ്റാണ്ടിൽ മറൈൻ ഇൻഷുറൻസ് കോൺട്രാക്ടുകൾ നിലവിൽ വന്നത്. അങ്ങ് ഇറ്റലി മറൈൻ ഇൻഷുറൻസിലോട്ട് വന്നപ്പോൾ കടമെടുക്കുന്ന ഭാഗം എടുത്തു കളഞ്ഞു. പകരം കച്ചവടക്കാർ ഒരു കടൽ യാത്ര പോകുന്നതിന് മുന്നേ ഒരു പ്രീമിയം ഒരു ഇൻഷുററിന് കൊടുക്കുന്നു. ഇനിയിപ്പോ കടലിൽ വെച്ച് കപ്പലോ ചരക്കോ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കപ്പലുടമയ്ക്ക് ഒരു നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ടൈറ്റാനിക് വെറുതെ മുങ്ങിയതല്ല, ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ ഉടമകൾ തന്നെ മുക്കിയതാണ് എന്നൊരു കോൺസ്പിറസി തിയറി വരെ നിലവിലുണ്ട്. പോകെ പലതരം ഇൻഷുറൻസുകൾ നിലവിൽ വന്നു. ഫയർ ഇൻഷുറൻസ്, വീടുകൾക്ക് തീപിടിക്കുന്നത് ആ കാലത്തൊരു കോമൺ സംഭവമായിരുന്നു. വീട്ടുടമകൾ തങ്ങളുടെ വീടുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അതെടുക്കും. പിന്നെ ലൈഫ് ഇൻഷുറൻസ്, തങ്ങളുടെ ജീവൻ എന്തെങ്കിലും പറ്റിയാൽ അവരെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയുള്ളത്. ആക്സിഡന്റ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് തുടങ്ങി പലതും നിലവിൽ വന്നു. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിതമായ പ്രീമിയം തുക ആണ് നമ്മൾ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ പ്രീമിയം കൊടുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കവറേജ് ആണ് തരുന്നത്. എന്തിനുള്ള കവറേജ് ആണെന്ന് ചോദിക്കും. ഈ ഒരു വർഷം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നമ്മൾ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ട ബില്ലുണ്ടല്ലോ, അത് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കും. ഒരു നിശ്ചിത പരിധി എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ഹെൽത്ത് ഇൻഷുറൻസിനും ഓരോ നിശ്ചിത പരിധി ഉണ്ടാവും. ഇത്ര പൈസയായിരിക്കും അവർ കവറേജ് തരുന്നത്. അതിന്റെ പേര് സം ഇൻഷുർഡ് എന്നാണ്. ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് എനിക്ക് കൊടുക്കേണ്ടി വന്ന തുക 6,000 രൂപയാണ് ഒരു വർഷത്തേക്ക്. അതിൽ എനിക്ക് 7 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ മുകളിൽ ബോണസ് കവറേജും ഉണ്ട്. അതായത് ഈ ഒരു വർഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചികിത്സയൊക്കെ ചെയ്ത് അതിന്റെ ബിൽ തുക 7 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എന്താണ് ലാഭമെന്ന്. അതായത് നമ്മൾ ഒരു ചെറിയൊരു തുകയാണ് കൊടുക്കുന്നത് പ്രീമിയം ആയിട്ട്, പക്ഷെ നമുക്ക് വലിയ തുക ഹോസ്പിറ്റൽ ബില്ലുകൾ വരികയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യും എന്ന് പറയും. ഇവിടെ ഒരു കാര്യമുണ്ട്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇൻഷുറൻസുകൾ എടുക്കുന്നത് പല കമ്പനികളിലായി. ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു വർഷം പോയി അഡ്മിറ്റ് ആവുന്നില്ല. ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമായിരിക്കും അഡ്മിറ്റ് ആവുന്നതും അവർക്ക് വലിയ തുകകൾ ആശുപത്രി ചെലവ് വരുന്നത്. ഈ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ എല്ലാ ആൾക്കാരുടെയും പ്രീമിയം തുക ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ നിന്നും
എടുത്തിട്ടാണ് ഈ പറയുന്ന നമുക്ക് ആവശ്യം വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ടമറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഓടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് 2 തരത്തിലാണ് വാങ്ങാൻ സാധിക്കുക. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ പോളിസി, അതായത് ഒരാൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. രണ്ടാമത്തേത് ഫാമിലി ഫ്ലോട്ടർ പോളിസി, പേര് പോലെ തന്നെ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒറ്റ സിംഗിൾ പോളിസിയാണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി. ഫാമിലി ഫ്ലോട്ടർ യൂഷ്വലി ലാഭമാണെന്ന് തന്നെ പറയാം. കാരണം ഒരൊറ്റ പോളിസിയിൽ 4 പേർക്കുള്ള കവറേജ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 4 പേർക്കും കൂടെ ഒരൊറ്റ സിംഗിൾ കവറേജ് ആണ് വരിക. അതായത് 10 ലക്ഷമാണ് കവറേജ് വരുന്നത് എങ്കിൽ ഈ 10 ലക്ഷം 4 പേർക്കും കൂടെ ഉള്ളതാണ്. ഇതിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് 9 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് വന്ന് അത് ഇൻഷുറൻസിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പിന്നെ 1 ലക്ഷം രൂപ മാത്രമേ യൂസബിൾ ആയിട്ട് വരികയുള്ളൂ. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവർക്കും നിർബന്ധമല്ല. പക്ഷെ പാശ്ചാത്യ രാജ്യങ്ങൾ പലതിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ മാൻഡേറ്ററി ആക്കേണ്ട കാലം കഴിഞ്ഞു. എന്താ പറയാ, ഇൻഫ്ലേഷൻ കാരണം വിലകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. യുദ്ധം വന്നു, വില ഇനി കൂടാനേ പോകുന്നുള്ളൂ സാധനങ്ങളുടെ, എസ്പെഷ്യലി ഹോസ്പിറ്റൽ സർവീസിന്റെ മരുന്നുകളുടെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധാരണ മിഡിൽ ക്ലാസ് പേഴ്സൺ എന്ത് ചെയ്യും? ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് മൊത്തം തീരാൻ അത് മാത്രം മതി. ഇവിടെയാണ് ഡിറ്റോ ഇൻഷുറൻസ് യൂസ്ഫുൾ ആയിട്ട് വരിക. വലിയ ആശയക്കുഴപ്പങ്ങളില്ലാതെ ഓരോരുത്തർക്കും അനുയോജ്യമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ അവർ നമ്മളെ സഹായിക്കും. വെറുതെ ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി നമ്മുടെ തലയിൽ വെച്ച് കിട്ടുന്നതിന് പകരം അവർ അതിലെ ഓരോരോ നൂലാമാലകൾ നമ്മളെ മനസ്സിലാക്കി തരാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നതിൽ കൂടുതൽ പ്രധാനം നമുക്ക് ആവശ്യമായ സമയത്ത് ശരിയായ ഇൻഷുറൻസ് കൂടെ ഉണ്ടാവുക എന്നത് തന്നെയാണ്. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്കിൽ കയറി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യുന്നതാണ്. ഈ കൺസൾട്ടേഷൻ കോൾ ഫ്രീ ആണ്. അവർ നിങ്ങളെ സ്പാം ചെയ്യില്ല, പ്രൊഡക്റ്റ് അങ്ങോട്ട് പുഷ് ചെയ്യുകയുമില്ല. സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഡോക്ടറിന്റെ ഫീ ആണെങ്കിലും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഫീ ആണെങ്കിലും, മെഡിസിന്റെ ഫീ ആണെങ്കിലും, ബാക്കി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഫീ ആണെങ്കിലും, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാർജ് ആണെങ്കിലും, ICUന്റെ ചാർജ് ആണെങ്കിലും എല്ലാം. ചില പോളിസികളിൽ ഡേ കെയർ അലൗഡ് ആയിരിക്കില്ല. ഡേ കെയർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം വരുന്ന ചിലവുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ലാസിക് ചികിത്സയ്ക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കാറ്ററാക്ടിന്റെ ഓപ്പറേഷനൊക്കെ പോവുകയാണെങ്കിലോ ഒരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതൊന്നും ചില പോളിസികളിൽ അലൗഡ് ആയിരിക്കും. മാത്രമല്ല പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ചില പോളിസികളിൽ 30 ദിവസം മുന്നേ വരെയുള്ള ഹോസ്പിറ്റൽ ചെലവുകൾ, അതായത് നമ്മൾ എന്തിനാണോ അഡ്മിറ്റ് ആയത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളും ഒക്കെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ചില പോളിസികളിലാവട്ടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസസും കവേർഡ് ആണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും അഡ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 30 ദിവസമോ 60 ദിവസമോ വരെ വരുന്ന മെഡിസിന്റെ ചെലവുകളും ബാക്കിയുള്ള ചെലവുകളും ഒക്കെ ഇൻഷുറൻസ് കവർ ചെയ്യുമെന്ന്. ഇൻഷുറൻസ് കമ്പനികൾ മൊത്തം കളിക്കുന്നത് ഇതുപോലെ ഇത്രയും വലിയ വലിയ പോളിസി ഡോക്യുമെന്റുകൾ വെച്ചിട്ടാണ്, അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്, അതിലെ ഓരോരോ ക്ലോസസ് വെച്ചിട്ടാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല എങ്കിൽ പോലും സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് അഥവാ ESI എന്നാണ് ഇതിന്റെ പേര്. ESI ആക്ട് പ്രകാരം 10ഓ അതിലധികമോ ജീവനക്കാരുള്ള കമ്പനികൾ 21,000 രൂപയ്ക്ക് താഴെ ശമ്പളമുള്ള തൊഴിലാളികളെ നിർബന്ധമായും ESI പദ്ധതിയിൽ ചേർക്കണം. ഉയർന്ന ശമ്പളമുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നമ്മുടെ കമ്പനി ആഡ് ചെയ്യാറുണ്ട്. അതായത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊന്നും അല്ലാതെ വേറെ ചില പദ്ധതികളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആദ്യത്തേത് PMJ പദ്ധതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 5 ലക്ഷം വരെയുള്ള കവറേജാണ് ഈ ഒരു പദ്ധതിയിൽ ലഭ്യമാകും. അടുത്തത് CGHS എന്ന പദ്ധതിയാണ്. ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. പിന്നെ കേരള സർക്കാരിനുണ്ട് അതുപോലൊരു പദ്ധതി, മെഡിസെപ്പ് എന്നാണ് അതിന്റെ പേര്. അത് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സും മാത്രമുള്ളതാണ്. കേരള സർക്കാരിന് PMJ പോലത്തെ ഒരു പദ്ധതിയുണ്ട്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത് PMJ പദ്ധതി പോലെ തന്നെയാണ്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 5 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് കവറേജ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു മിഡിൽ ക്ലാസ് വ്യക്തിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെ തന്നെ ആശ്രയിക്കേണ്ടി വരികയാണ്. ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹൈലി റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയാണ്. IRDAI അഥവാ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. ഇതെല്ലാം പാലിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ് കാണിച്ചു തരാം. അനദർ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഡിനയൽ സ്പാർക്സ് ഡിബേറ്റ്. പെയ്ഡ് 50,000 എവറി ഇയർ ഫോർ മദേഴ്സ് പോളിസി ബട്ട് ഇൻഷുറർ ഡിനൈഡ് ദ ക്ലെയിം. എല്ലാ വർഷവും 50,000 രൂപ ഇൻഷുറൻസിന് വേണ്ടി അടച്ചു തന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്നിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല.
Health insurance denied full claim of rupees 2.25 lakh, paid only rupees 69,950. 2.25 ലക്ഷം രൂപ ബില്ല് വന്നു. എന്നിട്ട് ക്ലെയിം ചെയ്യാൻ പോയപ്പോൾ ഇൻഷുറൻസ് കൊടുത്തതാവട്ടെ 69,000 രൂപ. ഈ ന്യൂസിലാവട്ടെ ഡെങ്കി വന്നിട്ട് ഒരാൾ 60,000 രൂപയുടെ ക്ലെയിം കൊടുത്തപ്പോൾ അത് റിജക്ട് ചെയ്തു, എന്തോ പോളിസികൾ പറഞ്ഞിട്ട്. ഈ ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇൻഷുറൻസ് കമ്പനികൾ നമ്മളുടെ സുഹൃത്തുക്കളല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ബിസിനസ്സാണ്. ഏതൊരു ബിസിനസ് വരെയും ലാഭം തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഓരോ തവണയും ഒരു പോളിസി ഹോൾഡർക്ക് ക്ലെയിം നൽകുമ്പോൾ അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം തന്നെയാണ് പോകുന്നത് ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ലെയിമുകൾ നിരസിക്കാനോ അപ്രൂവ് ആവുന്ന തുക വെട്ടിക്കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലെയിം കിട്ടാൻ വേണ്ടി നമ്മളെ പല സ്ഥലങ്ങളിലായി ഓടിക്കാനോ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അത് മൊത്തം ഇതുപോലെ കട്ടിയുള്ള പേപ്പറുകൾ മൊത്തം ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ വെച്ച് കളിക്കാൻ അവർക്ക് വലിയ വലിയ ലീഗൽ ടീമുകളുണ്ട്. ഇതൊന്നും നമ്മൾ വായിച്ചു പോലും ചിലപ്പോൾ നോക്കാറില്ല എന്നതാണ് സത്യം. മുന്നേ ഒരു അസുഖം ഉണ്ടോ, ക്ലെയിം റിജക്റ്റഡ്. അവർ പറഞ്ഞ ഹോസ്പിറ്റലിലല്ലേ നമ്മൾ പോയത്, റിജക്റ്റഡ്. ഇൻഷുറൻസിൽ പറഞ്ഞിരിക്കുന്ന റൂം അല്ല നമ്മളെടുത്തത്, റിജക്റ്റഡ്. 5 വർഷം മുന്നേ ഒരു അസുഖം വന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല, റിജക്റ്റഡ്. ഇതൊന്നും റെയർ കേസുകളല്ല, നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇൻഷുറൻസ് കമ്പനികളെ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളും എന്താണ് വാങ്ങിക്കുന്നത് എന്ന് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ ഈ ഇൻഷുറൻസ് പോളിസികളൊക്കെ വാങ്ങിക്കുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോൾ ഓരോ പോളിസികൾ വാങ്ങുന്നത് ഓരോ ഇൻഷുറൻസ് ഏജന്റുമാർ പറയുന്നത് വിശ്വസിച്ചിട്ടും അല്ലെങ്കിൽ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജർമാർ വിശ്വസിച്ചിട്ടും അല്ലെങ്കിൽ റാൻഡമായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുമായിരിക്കും അവസാനം നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്നത് ഓൺ പേപ്പർ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല. ഇവിടെയാണ് ഡിറ്റോ ഇൻഷുറൻസ് പോലത്തെ പ്ലാറ്റ്ഫോമുകളുടെ പ്രസക്തി. വെറുതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വിൽക്കുന്നതിലുപരി നമ്മൾ എന്താണ് വാങ്ങിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരും അവർ. ഡിറ്റോയിൽ സ്പാം കോളുകളിലെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മേലെ വെറുതെ പുഷ് ചെയ്യും. ഡിറ്റോയിലുള്ളത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ആണ്. സങ്കീർണമായ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരും. അവർ നമുക്ക് ഈ പോളിസികളിലെ ഫൈൻ പ്രിന്റ് അഥവാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിശദമായി പറഞ്ഞു തരും. ഈ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റത്തിൽ എല്ലാവരും നമുക്ക് ഓരോരോ പോളിസി വിൽക്കാനാണ് നോക്കുന്നത്. ഡിറ്റോ വേർഷൻ ഡിഫറെന്റ് ആണ്. അവർ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഓർക്കുക, ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതല്ല ലക്ഷ്യം, നമുക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ക്ലെയിം സെറ്റിൽമെന്റിന്റെ സമയത്തും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ബയോയിലുണ്ട്. ഡിറ്റോ ഇൻഷുറൻസ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ. IRDAIയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ 2023-2024 11% ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ റിജക്ട് ആവുകയാണ് ചെയ്തത്. ഇതേ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ 11% കൂടെ 6% ക്ലെയിംസ് പെൻഡിങ് ആയിട്ട് ഇപ്പോഴും കിടക്കുകയാണ് എന്ന്. അതായത് ഓൾമോസ്റ്റ് 10ൽ 2 പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടും ആ ക്ലെയിം വേണ്ട സമയത്ത് കിട്ടിയില്ല എന്ന്. എന്ത് വലിയൊരു കണക്കാണെന്ന് ആലോചിച്ച് നോക്കുക. അത് ഇനി സെറ്റിൽ ചെയ്ത ക്ലെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിലോ, അതായത് ഇൻഷുറൻസ് കമ്പനികൾ പൈസ കൊടുത്ത കേസുകളിൽ തന്നെ ആവട്ടെ 71% വരെ മാത്രമാണ് ഓൺ ആവറേജ് കൊടുത്തിട്ടുള്ളൂ പൈസ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. എന്തിനാ നമ്മൾ വെറുതെ എന്നിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നെസസറി ഈവലാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി അത്ര വെടുപ്പല്ലെങ്കിൽ പോലും നമുക്ക് ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ ബില്ലിന്? അതിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കാലത്ത് വലിയ വലിയ ബില്ലുകളൊക്കെ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു തീർക്കാൻ വരെ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഇന്ത്യൻസ് ആർ ജസ്റ്റ് 1 ഹോസ്പിറ്റലൈസേഷൻ എവേ ഫ്രം ബാങ്ക്രപ്സി. ഇടയ്ക്കിടയ്ക്ക് എന്റെ മൈൻഡിൽ വരുന്ന ഒരു കോട്ടാണ്, സിറോദയുടെ ഫൗണ്ടർ നിഖിൽ കാമത്ത് പറഞ്ഞ ഒരു കോട്ടാണ്. സംഭവം സത്യമല്ല. ഈ കാലത്ത് ഒരു പനി വന്നിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ബില്ല് കണ്ടാൽ നമ്മുടെ കണ്ണ് തള്ളും. അപ്പോഴാണ് എന്തെങ്കിലും മാരക അസുഖമായിട്ട് നമ്മൾ പോയാലുള്ള അവസ്ഥ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനിക്കാർ ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരെങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നത് എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും വരുന്ന ചില ക്ലോസസ് ആണ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു, അതിൽ സം ഇൻഷുർഡ് വരുന്നത് 5 ലക്ഷം രൂപയാണ് എന്ന് കരുതും. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹോസ്പിറ്റൽ ബില്ല് ഈ 5 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നിർഭാഗ്യവശാൽ നമുക്കൊരു മാരക അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു, എന്നിട്ട് നമുക്ക് 3 ലക്ഷം രൂപയുടെ ബില്ലാണ് വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തായാലും ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമല്ലോ എന്ന്. അവിടെയാണ് ട്വിസ്റ്റ് വരിക. ഇൻഷുറൻസ് കമ്പനി പറയാണ്, ഞങ്ങൾ 1.5 ലക്ഷം രൂപ മാത്രമേ ഇതിൽ പേ ചെയ്യൂ.
ബാക്കി നിങ്ങൾ കയ്യിൽ നിന്നും ഇടണമെന്ന്. അതെന്താ ബോസേ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് സബ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലോസിന്റെ കാര്യം നമുക്ക് അറിയേണ്ടത്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലല്ല, ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സബ് ലിമിറ്റ്. അതായത് ഓരോരോ അസുഖത്തിനും ഓരോരോ ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോളിസി നോക്കുകയാണെങ്കിൽ കാറ്ററാക്ടിന് വന്നിട്ട് 40,000, ഹെർണിയയ്ക്ക് വന്നിട്ട് 75,000, നീ റിപ്ലേസ്മെന്റിന് 1.5 ലക്ഷം, വെരിക്കോസ് വെയിനിന് 50,000 തുടങ്ങി ഓരോരോ അസുഖങ്ങൾക്കും ഓരോരോ ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ബില്ല് ഈ ഒരു ലിമിറ്റിന് മുകളിലാണെങ്കിൽ ആ ലിമിറ്റിൽ വരുന്ന പൈസ വരെ മാത്രമേ ഇൻഷുറൻസ് കമ്പനി കൊടുക്കൂ, ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സബ് ലിമിറ്റ് ഒന്നും ഇല്ലാത്ത പോളിസി നോക്കിയെടുക്കണം. ഈ കോപേ അല്ലെങ്കിൽ കോ പേയ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, കോ പേയ്മെന്റ് ആണ്. അതായത് ഇൻഷുറൻസ് കമ്പനി മാത്രമല്ല നമ്മളും പേയ്മെന്റ് ചെയ്യും എന്നാണ് നമ്മൾ എഴുതി ഒപ്പിട്ട് പോളിസി കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു, അതിൽ കോ പേയ്മെന്റ് വന്നിട്ട് 50%. 50% അധികം ഇൻഷുറൻസ് പോളിസികളില്ല, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്കതും 20% അല്ലെങ്കിൽ 25% ഒക്കെയാണ്. 50% കോപ്പയുള്ള പ്ലാനാണ് നമ്മൾ എടുത്തത് എങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിന്റെ ബില്ല് വന്നെങ്കിൽ നമ്മൾ 1.5 ലക്ഷം രൂപയാണ് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത്. സബ് ലിമിറ്റും ഒന്നും നോക്കാതെ തന്നെയുള്ള കാര്യമാണ് പറയുന്നത്. ഈ കോപ്പേ എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ യൂഷ്വലി സാധാരണ ഇൻഷുറൻസ് പ്ലാനുകളെക്കാട്ടിലും കുറച്ച് വില കുറവാണ്. അതിന്റെ കാരണം തന്നെ ഇതാണ്. കാരണം നമ്മൾ ഇൻഷുറൻസ് കമ്പനി മൊത്തം പൈസ കൊടുക്കുന്നില്ല, നമ്മളും അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോപ്പേ ഇല്ലാത്ത പ്ലാനുകൾ നോക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം അല്ലെങ്കിൽ റൂമിൽ കിടക്കണം എന്ന് കരുതിക്കോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പലതരം റൂമുകളുണ്ടാവും. നോൺ AC റൂമുകളുണ്ടാവും, AC റൂമുകളുണ്ടാവും, ഡീലക്സ് റൂമുകളുണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തായാലും വലിയൊരു ഇൻഷുറൻസ് ഇരിക്കുകയല്ലേ, അതായത് 5 ലക്ഷം രൂപ വരെ കിട്ടുകയല്ലേ, നമുക്ക് AC റൂം തന്നെ എടുക്കാം അല്ലെങ്കിൽ സ്യൂട്ട് റൂം തന്നെ എടുക്കാം എന്നൊക്കെ കരുതിയാൽ അവിടെ പണി പാടും. കാരണം ഒട്ടുമിക്ക ഇൻഷുറൻസ് പോളിസികളിലും ഒരു റൂം റൺ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ടാവും. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് റൂം റൺ ലിമിറ്റ്. റൂം റൺ ലിമിറ്റ് ഇപ്പോൾ 2,500 രൂപയാണെങ്കിൽ നമുക്ക് പെർ ഡേ 2,500 രൂപ വരെ വാടകയുള്ള റൂം എടുക്കാം. അതിന് മുകളിലാണെങ്കിൽ അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വിടേണ്ടി വരും. ചില പോളിസി ഉണ്ടാവട്ടെ റൂം റൺ ലിമിറ്റ് പോലെ ഐസിയുടെ റെന്റിനും ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോളിസിയിൽ ഇതുപോലെ റൂം റൺ ലിമിറ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വെയിറ്റിംഗ് പീരീഡ് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്താണെന്ന്. നമ്മൾ ഒരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ അന്ന് തന്നെ ആക്ടിവേറ്റ് ആവില്ല. എല്ലാ അസുഖത്തിനും ഒരു 30 ദിവസത്തെ ലിമിറ്റ് ഉണ്ടാവും. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് ആ 30 ദിവസത്തിന്റെ പേര്. അതായത് ആ 30 ദിവസം കഴിഞ്ഞിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആക്ടിവേറ്റ് ആവുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ അസുഖങ്ങൾക്കും ഓരോരോ വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോൾ പോളിസികളിൽ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം പറയാനുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ മിക്കവാറും ഉണ്ടാവുക ഒരു 48 മാസത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണ്. അതായത് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം ഈ ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് പോകണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഒരു അസുഖത്തിന് ഈ ഇൻഷുറൻസ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. മാത്രമല്ല മുന്നേ ഉള്ള അസുഖമല്ല എങ്കിൽ പോലും ഓരോരോ അസുഖങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസറിനാണെങ്കിൽ ഒരു 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെർണിയയ്ക്ക് ആണെങ്കിൽ 1 വർഷം, വേരിക്കോസിനാണെങ്കിൽ 2 വർഷം, അങ്ങനെ ഓരോ പോളിസിയിലും ഓരോ പോലെ തന്നെ ആയിരിക്കും. ഈ വെയിറ്റിംഗ് പീരീഡിൽ അത്ര വലിയ ഉടായ്പൊന്നും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ഏറ്റവും ബെറ്റർ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നത് മാത്രമാണ്. കാരണം നമുക്ക് ഹെൽത്ത് ഉള്ളപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത്. അതായത് അസുഖം വന്നിട്ടല്ല ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന്. പണ്ടൊക്കെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ചികിത്സ കഴിഞ്ഞിട്ട് ബില്ലൊക്കെ കൊടുക്കാൻ നേരത്ത് നമ്മുടെ അടുത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഈ ബില്ലും കൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നിരുന്നു ഇൻഷുറൻസ് ക്ലെയിം പാസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും ക്യാഷ്ലെസ് ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പൈസയും ബില്ലും എല്ലാം ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് സെറ്റിൽ ചെയ്യും. കേൾക്കാൻ തന്നെ എന്താ രസമില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഊക്കിയല്ലോ, എന്തോ പ്രശ്നമുണ്ട് അവിടെ. ഇൻഷുറൻസ് കമ്പനികൾ ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലുകളിലും ലഭ്യമാക്കിയിട്ടില്ല. അതിന് ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനികൾ പാർട്ണർ ചെയ്തിരിക്കുന്ന പല ഹോസ്പിറ്റലുകളുമാണ്. നമ്മളിപ്പോൾ ചികിത്സയിൽ അഡ്മിറ്റ് ആവുന്നത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളുടെ ഒരെണ്ണത്തിൽ അല്ലെങ്കിൽ പിന്നീട് ബില്ല് വരുമ്പോൾ നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. പിന്നീട് ഈ ക്ലെയിം പാസ്സാവാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ നടക്കേണ്ടി വരും. ശരിക്കുള്ള പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളെ ആൾക്കാർ കൊണ്ടുപോകുന്നത്, എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇൻഷുറൻസിലുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലൊന്നും ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ.
നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചില ഹോസ്പിറ്റലുകളുടെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തരുന്ന ബില്ല് വളരെ കൂടുതലാക്കിയിട്ടായിരിക്കും കാണിച്ചു തരുന്നുണ്ടാവുക. അതായത് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബില്ല് തരുന്നത്. അതിന് അവർ ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ എടുത്തുവന്നിരിക്കാം, വില കൂടിയ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം, ജനറിക് മരുന്നുകൾ അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും. മാത്രമല്ല റൂമിന്റെ റെന്റ് കൂട്ടി കാണിക്കാം, ഐസിയുന്റെ റെന്റ് കൂട്ടി കാണിക്കാം, അങ്ങനെ പലതും ചെയ്ത് നമ്മുടെ ബില്ല് വീർപ്പിച്ച് കാണിക്കാം. എന്തിന്? ഹോസ്പിറ്റലിന്റെ ലാഭത്തിന് വേണ്ടി. എന്തായാലും ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസിൽ നിന്നല്ലേ പൈസ കിട്ടുന്നത് എന്നുള്ള രീതി. ശരിക്കും ഈ സിസ്റ്റം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല. പിന്നെ US-ലെ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എത്രയോ ബെറ്റർ ആണെന്ന് പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഷുറൻസ് കമ്പനികളും ഹോസ്പിറ്റലുകളും നമ്മളെ എങ്ങനെ പറ്റിക്കുന്നു എന്നാണ് ഇത്ര നേരം പറഞ്ഞത്. ഇതല്ലാതെ വേറൊരു തരം ആൾക്കാരുണ്ട്, ഏജൻസ്. മിസ് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഒരു പോളിസിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിച്ചിട്ട് അത് എടുപ്പിക്കുക എന്നുള്ള രീതിയാണ്. അതായത് അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലൊക്കെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളൊരു കാര്യം. ഞാൻ എല്ലാ ഏജൻസിന്റെ കാര്യമല്ല പറയുന്നത്, നല്ല രീതിക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഏജൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഇത് ഏതാണ് നമുക്ക് എടുത്താൽ, ഏത് പോളിസിയാണ് എടുത്താൽ നമുക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഇൻഷുറൻസ് വിറ്റാൽ മതി, ഇവരും അല്ലേ അവർ വാങ്ങിച്ചോളും എന്നുള്ള മൈൻഡിലുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു ഉടായ്പാണ് ബണ്ടിങ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ബാങ്കിൽ നിന്നും വരുന്ന ഒരു ചെറിയൊരു തട്ടിപ്പാണ്. അതായത് ഒട്ടുമിക്ക ബാങ്കുകൾക്കും ഇപ്പോൾ സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഹോം ലോണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ പറയും ഇതിന്റെ കൂടെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും നിർബന്ധമായിട്ട് എടുത്തു വെക്കണമെന്ന്. അങ്ങനെ ഒരു നിയമം തന്നെ ശരിക്കില്ല. എന്നിരുന്നാൽ ഈ ബാങ്കിന്റെ ആൾക്കാർ, ഈ റിലേഷൻഷിപ്പ് മാനേജേഴ്സും അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സും ഒക്കെ അവർക്ക് കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടി അവർക്ക് കമ്മീഷനും ഉണ്ടാവും, ടാർഗറ്റും ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. അതിനുവേണ്ടി നമ്മുടെ തലയിൽ ഓരോരോ സാധനങ്ങൾ അങ്ങോട്ട് കെട്ടിവെക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അറിയാതെ ഒരു ഇൻഷുറൻസ് മാറി എടുത്തിട്ടുണ്ടെങ്കിൽ IRDA ഒരു സംഭവം നിർദ്ദേശിക്കുന്നുണ്ട്, ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞിട്ട്. 15 ദിവസം തൊട്ട് 30 ദിവസം വരെയാണ് ഇതിന്റെ ഒരു കാലാവധി വരിക. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു, നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്ക് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല ഇതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനികളുടെ അടുത്ത് റീഫണ്ടിന് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റീഫണ്ട് തന്നെ പറ്റും. അതാണ് നിയമം. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ ഒരുപാട് നൂലാമാലകൾ ചർച്ച ചെയ്തു. ഇനിയും ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ വേണമെങ്കിൽ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നിരുന്നാലും ഇതൊന്നും കേട്ട് പേടിച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ ഇരിക്കരുത്. ഇത് ഒരു നെസസറി ഈവൽ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് കേസുകൾ പറഞ്ഞില്ലേ, അതിലൊക്കെ ഒരു ഗുഡ് എൻഡിങ് തന്നെയുണ്ട്. ഇതുപോലെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാരൊന്നും വെറുതെ ഇരുന്നില്ല. അവരെല്ലാവരും അവർക്ക് അവകാശപ്പെട്ട ക്ലെയിമിന് വേണ്ടി പോരാടി ക്ലെയിം വാങ്ങിച്ചെടുത്തവരാണ്. അവരുടെ പേരിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിച്ചു, ചിലരാവട്ടെ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയും ചെയ്തു. എന്തായാലും എല്ലാവർക്കും ക്ലെയിം സെറ്റിൽമെന്റ് തുകയും ലഭിച്ചു, നഷ്ടപരിഹാര തുകയും ലഭിച്ചു. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഏജൻസും ബ്രോക്കേഴ്സും ആരൊക്കെയാണെങ്കിലും നമുക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളായിരിക്കും തരിക ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ. പക്ഷെ നമ്മളൊരു എമർജൻസി വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് ബില്ലുമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വിധം മാറും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക എന്നതും ഇതൊക്കെ നോക്കിയും കണ്ടും ഓരോരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ചൂസ് ചെയ്യുക എന്നതുമാണ്. പിന്നെ വേറൊന്നുണ്ട്, ഈ ഇൻഷുറൻസ് കമ്പനികളൊന്നും ക്ലെയിമുകളൊന്നും തന്നില്ല എങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഒരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഡിറ്റോ ഇൻഷുറൻസ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്.